മെയ് 1 ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ ദിനം. ഒരുപാട് മുതലാളിമാരാക്കിയ തൊഴിലാളികളുടെ ദിനം. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മണലാരണ്യത്തിലായാലും നാട്ടിലായാലും കുടുംബത്തിനു വേണ്ടി ചോര നീരാക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവരുടെ വിയർപ്പിന്റെ വിലയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു പാഠമുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവരുടെ കൂലി നിങ്ങൾ നൽകുക. പക്ഷേ ഇന്ന് എന്താണ് തൊഴിലാളികളുടെ അവസ്ഥ? സ്വന്തം സ്ഥാപനത്തിലെ ഓരോ പണിയും കൃത്യസമയത്ത് തീർക്കാൻ മുതലാളി ആഗ്രഹിക്കുന്നു. എന്നാൽ ആ പണി തീർത്തു കൊടുക്കുന്ന തൊഴിലാളിക്ക് ശമ്പളം നൽകാൻ വരുമ്പോൾ പലർക്കും അലംഭാവമാണ്. ശമ്പളം നൽകാതെ മാസത്തിന്റെ പകുതി കഴിഞ്ഞും അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന മുതലാളിമാരുണ്ട്. അങ്ങനെയുള്ള മുതലാളിമാരോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങളെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ആ പാവം തൊഴിലാളികളുടെ വീട്ടിൽ ഒരു പക്ഷേ മരുന്നിന് പണമില്ലാത്ത ഉമ്മയുണ്ടാകാം, സ്കൂളിന് ഫീസ് അടയ്ക്കാൻ കഴിയാത്ത മക്കളുണ്ടാകാം, അല്ലെങ്കിൽ കടക്കാരൻ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ തൊഴിലാളികളുടെ ശമ്പളം വൈകിപ്പിക്കുമ്പോൾ തകർക്കുന്നത് ഒരു വ്യക്തിയെയല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയെയാണ്. അയാളുടെ കണ്ണുനീർ വീണാൽ നിങ്ങളുടെ കച്ചവടത്തിന് ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല. എന്നാൽ തൊഴിലാളിമാരെ ചേർത്ത് നിൽക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരുപാട് നല്ല മുതലാളിമാരുമുണ്ട്. അങ്ങനെയുള്ള മുതലാളിമാരാകാനാണ് ശ്രമിക്കേണ്ടത്. എങ്ങനെ പണം സമ്പാദിക്കാം എന്നല്ല, മറിച്ച് ആരെയും ശല്യപ്പെടുത്താതെ, ആരെയും വേദനിപ്പിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. തൊഴിലാളിമാരെ വെറും തൊഴിലാളികളായി കാണാതെ അവർ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കുള്ള വലിയ മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കു പിന്നിൽ അവരുടെ കഠിനാധ്വാനമുണ്ട്. അവരെ വെറും ജോലിക്കാരായിട്ടല്ല, മറിച്ച് സഹോദരങ്ങളായി കാണുക. വിയർപ്പിന്റെ വില കൃത്യസമയത്ത് തന്നെ നൽകി മറ്റുള്ളവർക്കും കൂടി മാതൃകയാവുക. അല്ലാഹു നമ്മുടെ സമ്പാദ്യത്തിൽ ബറക്കത്ത് നൽകട്ടെ.